ഹലോ. ഹലോ, ഗുഡ് നൈറ്റ്. പറയൂ. ഹലോ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റാ. ആ, ശരി. ശരിയല്ലേ? നിങ്ങള് സംസാരിക്കണ കേൾക്കില്ല. വല്ല ലൗഡ് സ്പീക്കർ ഒക്കെ ആണെങ്കിൽ മാറ്റിയിട്ട് നേരെ സംസാരിക്കേ. നിങ്ങള് വോയിസ് ക്ലിയർ അല്ല. എന്താ ശരിയല്ലേ? എങ്ങനെ? ശരിയല്ലേ? അല്ല, നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ? അല്ല, എനിക്കല്ല, നിങ്ങൾക്കാണ് ഗുഡ് നൈറ്റ്. ആ, ആയിക്കോട്ടെ. വേറെന്തൊക്കെയാ? ഗുഡ് നൈറ്റ് പറയാൻ വിളിച്ചാ? അല്ല, രാവിലെ 11:45 ഗുഡ് നൈറ്റ് പറയാൻ വിളിച്ചാണോ എന്ന് ചോദിക്കാം. അങ്ങനെയാ നിങ്ങൾക്ക്? ആ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? അല്ല, വ്യാകത്ത് വേദി കട്ട് ചെയ്തിട്ടുണ്ട്. വ്യാകരണത്തിന്റെ പിന്നെ യൂട്യൂബില് കുറച്ച് സംസാരിക്കാനേ. നിങ്ങൾ എന്താ അറിയോ, നമ്മൾ സംസാരിക്കുമ്പോ ഒരു ഫോൺ സംഭാഷണത്തിന് നിക്കണം, അപ്പോഴേ നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞാൽ അത് കേട്ടിരിക്കുന്ന സമയമില്ലല്ലോ. നമുക്ക് വേറെ പണിയില്ലേ. നിങ്ങള് വിളിച്ച പോയിന്റ് പറയാം. അന്ന് ഞാൻ അങ്ങോട്ട് ആ സംഭവത്തിന്റെ യാത്രയിൽ പോകുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വരട്ടെ, തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നു. ഇനി പറയും. ഇത് പറഞ്ഞില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളില്ലല്ലോ പറഞ്ഞോളി. ഓല് ഫുള്ളായിട്ട് ഏതാണ് ഒരു 60% ഹിന്ദുക്കളാണ് ഉള്ളത്. എവിടെ? ഓലെല്ലാം ഒന്നല്ലേ? അപ്പൊ ഓൽക്ക് ഉള്ളിൽ യാതൊരു പ്രശ്നവുമില്ല. ഓല തമ്മിൽ ഒന്നായിട്ടാണല്ലോ ഓല് കാണുന്നത്. മനസ്സിലായില്ല. അതായത് നിങ്ങൾ പറയണ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലേ? നിങ്ങൾ എന്താ പറയണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവണില്ല, എനിക്ക് മനസ്സിലാവണില്ലെങ്കിൽ പിന്നെ വെറുതെ നാട്ടുകാരുടെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ജനങ്ങളെല്ലാം ഒന്നാവൂന്നല്ല പറയുന്നത്. എങ്ങനെ? മതം ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം. ഞാൻ പറഞ്ഞ നിങ്ങള് വെച്ച് എന്തെന്നാണ് മതം ഇല്ലാതാക്കിയിട്ടുള്ള പിന്നെ സമൂഹത്തിനുള്ള നേട്ടം ഗുണം എന്തെന്നാണ് നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് സമൂഹം എല്ലാം ഒന്നായിട്ട് കാണുന്നു. ഒന്നായിട്ട് കണ്ടോ? ഹിന്ദുക്കൾ ഒന്നായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെയല്ലല്ലോ ഒരു കാണുന്നത്. നിങ്ങൾ മുസ്ലിങ്ങൾ എല്ലാരും ഒന്നായിട്ടാ കാണുന്നത്. അങ്ങനെ തന്നെയാ കാണുന്നത്. മുസ്ലിങ്ങൾ എല്ലാരും ഒന്നായിട്ടാ കാണുന്നത്. പുറത്തുനിന്നിപ്പോ പിന്നെ ജാതിനെ പറ്റി പുറത്തുനിന്ന് നോക്കുന്ന കാര്യമല്ലല്ലോ ചോദിച്ചത്. പുറത്തുനിന്ന് നോക്കുന്നതിനെ കുറിച്ചല്ലല്ലോ. പുറത്തുനിന്ന് ഇപ്പൊ നോക്കുമ്പോ നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നോക്കുമ്പോ നമ്മൾ മനുഷ്യന്മാരായിട്ട് ഒന്നായിട്ട് തന്നെ കാണുന്ന പോലെ അവർക്ക് തോന്നുന്നു. അത് കാര്യമില്ല. നിങ്ങൾ അകത്തുനിന്ന് എങ്ങനെയാ നോക്കുന്നതെന്നാണ് ചോദിച്ചത്. അകത്തുനിന്ന് എങ്ങനെ നോക്കൂ? ഒരു വ്യക്തി എന്നുള്ള നൃത്തത്തില് നിങ്ങൾ എന്നോട് പറഞ്ഞത്, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചവരല്ലാത്തവരും ഒരുപോലെ ആവൂല തന്നെയാണ്. അങ്ങനല്ല പറയുന്നത്. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്ന വാദങ്ങൾക്ക് ഒന്നാണല്ലോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ ഒന്നാണ്. അങ്ങനെയൊന്നല്ലേ ഞാൻ ചോദിച്ചത്. പ്രശ്നമില്ലല്ലോ. അല്ല, ക്രിസ്ത്യാനികൾ ഒന്നാണല്ലോ. ആരാ പറഞ്ഞ ഒന്നാണെന്ന്? ആരാ ഒന്നാണെന്ന് പറഞ്ഞത്? ഒന്നാന്ന് പറഞ്ഞത് അയാള് പറയണോ? ഒന്നാണല്ലോ. ആരാ പറഞ്ഞ? മതക്കാരൊന്നായിരിക്കും. മതം ഇല്ലാണ്ടായ പിന്നെ എല്ലാവരും ഒന്നാവും വലിയകത്ത് പറഞ്ഞേ. ഒരു മതത്തിലുള്ളവരെ ഒന്നായി. സുഹൃത്ത്, എന്തിനാണ് മതം? അത് പറയും. മതം ഇല്ലാതായ എന്താന്നുള്ള മതം ഇല്ലാത്തൊരു കാലം നമുക്ക് സംസാരിക്കാം. എന്താണ് ഈ മതം? എന്തിനാണ് മതം? അത് പറയും. മതം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നതിന് തെറ്റിനെ നിയന്ത്രിക്കും. ആര്? തെറ്റ് ചെയ്യുന്നതിന് നിയന്ത്രിക്കും. ആര്? ആരെന്ന് പറഞ്ഞാല് ഓരോരുത്തരെ നിയന്ത്രിക്കും. ആര് നിയന്ത്രിക്കും? എന്താണ് മതം? അത് എങ്ങനെ ഉണ്ടായി? എന്തിനുണ്ടായി? അത് പറയും. എങ്ങനെ ഉണ്ടായോ? എന്താണ് മതം? ആദ്യം അത് പറയൂ. എന്താണ് ഈ മതം എന്ന് പറഞ്ഞ? എന്താ? എങ്ങനെ ഉണ്ടായതാ? എന്താണ് മതം? നിങ്ങൾ പറയും. എന്താണ് മതം? എന്താണ് മതം എന്ന് പറഞ്ഞാൽ എന്താണ് മതം? അങ്ങനെ ഒരു എങ്ങനെയാ പറയാ? അതറിയില്ലേ? എന്താണ് മതം? എന്തിനാണ് മതം? എന്താണ് മതം? എങ്ങനെയാ മതം ഉണ്ടായത്? എന്തിനാണ് മതം? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായാലല്ലേ മതം എന്ന് പറഞ്ഞാലേ കാര്യമുള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് അറിയാലോ അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഒരു ജീവിവർഗാണ്, ഒരു സ്പീഷീസ് ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിവർഗാണ്.
ജീവർഗാണ്. ഇനി മനുഷ്യരെ വേർതിരിക്കുന്ന മതം എന്താണ്, എന്തിനുണ്ടായതാണ്, ആരുണ്ടാക്കിയതാണ്? മതം എങ്ങനെ വേർതിരിക്കുന്നു? മതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയൂ. മതം വേർതിരിക്കില്ല. മതം വേർതിരിച്ചിട്ടുണ്ട്. നിങ്ങളെ മതം ഇപ്പൊ നിങ്ങളെ മതം ഇസ്ലാം അല്ലേ? നിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ഇസ്ലാമാവും, ചിലപ്പോ വേറെ മതാവും. നിങ്ങൾ ഇസ്ലാം അനുസരിച്ചിട്ട് നിങ്ങളെ പേരെന്താ? കാസിം എന്ന് പറഞ്ഞ്? പേര് കാസിം എന്നാണ്. നിങ്ങളെ മതം അനുസരിച്ചിട്ട് ആ മതം മനുഷ്യനെ പ്രാഥമികമായിട്ടോ ഏറ്റവും അടിസ്ഥാനപരമായി 2 തരം മനുഷ്യരായിട്ട് തരംതിരിക്കും, അകത്ത് പുറത്തു നിന്ന്. ഉമ്മത്തിന്റെ ഭാഗമായ മുസ്ലിങ്ങളും ഇസ്ലാമിനെ അംഗീകരിക്കാത്ത കാഫറുകളും. ആ 2 മനുഷ്യരും ഇസ്ലാം അനുസരിക്കുന്നവരൊക്കെ സത്യവിശ്വാസികളും ഇസ്ലാം അനുസരിക്കുന്നവരൊക്കെ സത്യവിശ്വാസികളും ഇസ്ലാം എന്ന് പറയുന്ന ഈ പൊട്ടക്കഥ വിശ്വസിക്കാത്തവരൊക്കെ സത്യനിഷേധികളും അസത്യവാദികൾ. എന്താ ഈ സത്യം? ഇപ്പൊ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമാണ് പരമമായ സത്യം. എങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചത് എന്തോ അതാണ് പരമമായ സത്യം. അതൊന്ന് പ്രൂവ് ചെയ്യും. അതൊന്ന് പ്രൂവ് ചെയ്തോളി, കേക്കട്ടെ. എങ്ങനെ പറയും? ഇസ്ലാം പച്ച നുണയാണ്. മുഹമ്മദ് പറഞ്ഞ ഒരു നുണയിൽ കുരുത്തതാണ് ഇസ്ലാം. സത്യമാണെന്ന് അറിഞ്ഞത് എങ്ങനെയാ? ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് പറഞ്ഞ ഒരു വലിയ നുണയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സാധനമാണ്. മുഹമ്മദ് പറഞ്ഞൊരു വലിയ നുണയിൽ നിന്നുണ്ടായതാണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം. ഇസ്ലാം എന്ന് പറയുന്നതിന് വലിയ നുണയാണ്. എന്ത് നുണ? ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ വലിയ നുണ. ആണെന്നാണ് തെളിയിക്കേണ്ടത്. ഒരാള് വന്നിട്ട് ഞാൻ ഒരാളാണ് പറഞ്ഞ അയാൾ തെളിയിക്കണ്ടേ? അല്ലാന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. അള്ള തന്നെയല്ല, പിന്നെ എങ്ങനെ മുഹമ്മദ്? അപ്പൊ ഇങ്ങനെ നുണ പറയാ, തെളിവൊന്നും ഇല്ലാത്തൊരു നുണയാണ് പറയാ. എന്നിട്ട് അത് വിശ്വസിക്കാത്തവരൊക്കെ സത്യനിഷേധികൾ എന്ന് പറയാ. ഒരാള് ഒരു കാര്യം വന്ന് സ്ഥാപിക്കുമ്പോ അത് തെളിവനുസരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ടേ? ഞാനും ചോദിക്കട്ടെ, നിങ്ങളെ മൊബൈലില് ഞാൻ പറയുന്ന ശബ്ദം എത്തുന്നില്ലേ? അതെങ്ങനെ എത്തുന്നത്? എന്ത് കൂടി എത്തുന്നത്? അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. അതെങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ എത്തുന്നത്? അത് എത്തുന്നതിന് ടെക്നോളജി ഉണ്ട്. അത് കൃത്യമായി നമുക്ക് ഏത് മനുഷ്യനും മനസ്സിലാക്കി കൊടുക്കാവുന്ന ടെക്നോളജിയാണ്. ഇല്ലാന്നല്ലേ പറഞ്ഞു? എങ്ങനെ? നമ്മളെ കയ്യില് അതിനുള്ള ഡിവൈസ് ഉള്ളതുകൊണ്ട് പിന്നെ അതെന്ത് നിങ്ങളവിടെ ഉണ്ടല്ലോ, നിങ്ങളവിടെ ഇല്ലേ? അല്ലേ? നിങ്ങളിപ്പോ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ നിങ്ങൾ ശരിക്കുള്ള ഒരാളാണോ അല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റൂലേ? എന്താ പറയാ, നമുക്ക് ഒരു പരിധിയിലപ്പുറത്തേക്ക് പോയ താഴ്ന്ന മണ്ടത്തരങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള കെൽപ്പില്ല എന്ന് മനസ്സിലാവുകയാണ് പിന്നെയും. നമുക്ക് എല്ലാം തെളിയിക്കാനൊന്നും പറ്റില്ല. പറ്റൂല. അപ്പൊ പിന്നെ അതാണ് സത്യമെന്ന് മറ്റുള്ളവരും സത്യം ഇല്ലാത്തവരാണ് എന്തിനടിസ്ഥാനം? തെളിയിക്കാൻ പറ്റാത്തൊരു സാധനം സത്യമാണെന്ന് വാദിക്കുക. അവിടെ നിൽക്കിങ്ങളെ, തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യം സത്യമാണെന്ന് വാദിക്കുകയും എന്നിട്ട് അത് വിശ്വസിക്കാത്തവരൊക്കെ, ഒരു തെളിവില്ലാത്ത ഒരു നുണ വിശ്വസിക്കാത്തവരൊക്കെ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുകയും മനുഷ്യരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു മതം, അതാണ് ഇസ്ലാം. ഇഷ്ടം പോലെ സത്യവിശ്വാസികളൊക്കെ അശുദ്ധരാണെന്നാണ്, ബഹുദൈവാരാധകർ നജസാണെന്നാണ്. ആണോ? അസത്യം ചെയ്യുന്നവരെ അസത്യം എന്താണ് അസത്യം? ബഹുദൈവാരാധന അസത്യമാണ്. നിങ്ങൾക്കേ നിങ്ങൾ വേറെ എനിക്കെന്താ അറിയാം, ഒരു പർട്ടിക്കുലർ സത്യം നിലവാരം ഇല്ലെങ്കിൽ നമുക്ക് കഴിയില്ല. നിങ്ങൾ എന്ത് സത്യം അറിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ് സത്യം എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ. എങ്ങനെയാണ് മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനാവുന്നത്? മുഹമ്മദ് നബി ഒരു ദൈവം ഉണ്ട് എന്ന് തന്നെ സമ്മതിക്കാം, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാം. ഒരു മിനിറ്റ്, നിങ്ങൾ അങ്ങനെയാണ് പോലെ ഒരു ദൈവം ഉണ്ട് എന്ന് സങ്കല്പിക്കാം. മുഹമ്മദ് ആ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ ബോധ്യപ്പെട്ട കേട്ടോ, നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ച കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു? അതാണ് പറഞ്ഞു തന്നാൽ മതി. അപ്പൊ നമ്മളെ പ്രശ്നം തീരും. പറഞ്ഞോടി, നിങ്ങൾ എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സംഭവം പറയും. നിങ്ങളത് പറയും, അത് വിശദീകരിച്ചു തരും. എങ്ങനെയാ നിങ്ങൾ ബോധ്യപ്പെട്ടത്?
ഞാൻ ചോദിച്ചതല്ലേ, നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യമാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ബോധ്യമില്ല, നിങ്ങൾ വെറുതെ നുണ വിശ്വസിച്ചിരിക്കുകയാണ്. ഈ മതം എടുത്ത് മുഹമ്മദ് നബി ദൈവത്തിന്റെ ഒരു ദൈവമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പറയും. നിങ്ങൾ എങ്ങനെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു? നിങ്ങൾ ഷഹാദത്തൊക്കെ ചൊല്ലിയതല്ലേ? അഷ്ഹദു എന്നല്ലേ? സാക്ഷ്യം വഹിക്കുക എന്നാണല്ലോ. എന്താ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയണത് തന്നെയാണ് സാക്ഷ്യം പറയാൻ, അല്ലെ? നിങ്ങൾക്ക് എങ്ങനെയാണ് മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് മനസ്സിലായത്? നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് പറയും. പലത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമില്ലല്ലോ. നിങ്ങൾ കള്ളസാക്ഷ്യം പറഞ്ഞ ആളാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെ ഷഹാദത്ത് കലിമ തന്നെ കള്ളസാക്ഷിയാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കള്ളസാക്ഷ്യമാണ് ഷഹാദത്ത് കലിമ. അല്ലെങ്കിൽ നിങ്ങൾ പറയും മുഹമ്മദ് നബി പ്രവാചകനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു. എങ്ങനെ? നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? പറയും. നിങ്ങളത് പറഞ്ഞുതരും. അത് പറയും. നിങ്ങളിത് പറയൂ സുഹൃത്തെ. നിങ്ങൾ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? നിങ്ങൾ അവിടെ വീട്ടിലുള്ളവർക്ക് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇത് പറയും. നിങ്ങൾ ഇത് പറയൂ സുഹൃത്തെ. നിങ്ങളിത് പറയും. അങ്ങനെ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ തെളിയിക്കാനുള്ള വഴി നിങ്ങൾ ഇത് പറയും. അല്ല, അത് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് സംശയം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സംവിധാനം ആ അതിന് തെളിവുണ്ട്. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിന് തെളിവുണ്ട്. ഇഷ്ടംപോലെ തെളിവുണ്ട്. അത് നിങ്ങളെ കാണിക്കണ്ടല്ലോ. ഈ തരം വൃത്തികെട്ട വർത്താനം പറയാതെ ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ വീട്ടിലുള്ളവരെയും പറഞ്ഞു ഉമ്മാനെയും വാപ്പാനെയും പറയാ. ഇതാണ് നിങ്ങളെ പരിപാടി. ഇതാണ് നിങ്ങളെ നിലവാരം. നിങ്ങൾ മറുപടി പറയും സുഹൃത്തെ. നിങ്ങൾ 2 ദിവസം വിളിച്ച് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിയിട്ട് ഒന്ന് പറയും. മുഹമ്മദ്, നിങ്ങൾ കള്ളസാക്ഷി പറഞ്ഞ ആളാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ പറഞ്ഞ നുണയാണ്. നിങ്ങൾക്ക് തെളിവില്ല. നിങ്ങൾ കള്ളസാക്ഷ്യം പറയാണ്. കള്ളസാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുക. മനസ്സിലായോ? ആയിക്കോട്ടെ. ഇനിയിപ്പോ അങ്ങനെ വിശ്വാസമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ നാട്ടുകാരെ എങ്ങനെ ബാധിക്കുന്നത്? അവിടെ നിൽക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് മുഹമ്മദിന്റെ പ്രവാചകത്വം ചോദിക്കുമ്പോ മറു ചോദ്യമാണ്. അപ്പൊ ഇത് എന്റെ വാപ്പ മുഹമ്മദ് ആണ് എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളെ തെളിവ്. അതായത് എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പൊ എന്റെ വാപ്പ മുഹമ്മദ് തന്നെയാണ് എന്ന് ഞാൻ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതേപോലെയാണ് നിങ്ങൾ മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നത്, അല്ലേ? അതേപോലെയാണ് നിങ്ങൾ വിശ്വസിക്കണേ. അതേപോലെ തന്നെയാണോ? സത്യം ഉറപ്പിച്ചു പറയും. നമുക്കിത് പുറത്തുവിടാനുള്ളതാണ്. അതേപോലെ തന്നെയാണല്ലോ, അല്ലേ? ഇനി മാറൂലല്ലോ. അല്ല, അങ്ങനെ തന്നെയാണോ? അല്ല, അങ്ങനെയാണോ? നിങ്ങൾക്ക് എന്തൊരു ഉറപ്പില്ലാത്തത്? അങ്ങനെയാണ്. ഓക്കെ. ആ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞുതരും. എന്റെ വാപ്പ മുഹമ്മദ് ആണെന്നുള്ളതിന് എന്റെ അടുത്ത് ഇഷ്ടം പോലെ തെളിവുണ്ട്. ഓ, ഇഷ്ടം പോലെ തെളിവുണ്ട്. ഞാൻ DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതെ, ഞാൻ ആധുനിക കാലത്ത് ജീവിക്കുന്നതാണല്ലോ. ഞാൻ ആധുനിക കാലത്ത് ജീവിക്കുന്നതാണ്. ആണ്. ഞാൻ ആധുനിക കാലത്ത് ജീവിച്ച ആളാണ്. അതെനിക്കറിയില്ല. അതിന്റെ വിഷയമല്ല. നിങ്ങൾ ഇതിന് ചോദിച്ചതിന് മറുപടി ഉണ്ടോ? ഇതിന് മറുപടി പറയും സുഹൃത്തെ. ഒരാളുടെ പിതൃത്വം ഇപ്പൊ മുഹമ്മദ് നബി അബ്ദുള്ളാന്റെ മകനാണെന്ന് എന്താ തെളിവ്? മുഹമ്മദ് നബി അബ്ദുള്ളാന്റെ മകനാണെന്ന് എന്താ തെളിവ്? എന്ത് തെളിവുണ്ടോ? അല്ലാന്ന് ഞാൻ തെളിയിച്ചേട്ടെ നിങ്ങൾക്ക് കിതാബിന്ന്? അല്ലാന്ന് ഞാൻ തെളിയിച്ചേട്ടെ നിങ്ങൾക്ക് കിതാബിന്ന്? തെളിയിച്ചേട്ടെ. ആ, പിടിച്ചോളി. മുഹമ്മദ് നബി കല്യാണം കഴിക്കാൻ പോയപ്പോ മുഹമ്മദ് നബിന്റെ വല്യപ്പ ഒരു കല്യാണം കഴിച്ചിരുന്നല്ലോ. മുഹമ്മദ് നബീന്റെ വാപ്പ അബ്ദുള്ള ആമിനെ കല്യാണം കഴിക്കുന്ന അതേ സമയത്ത് അബ്ദുൽ മുത്തലിബ് വേറെ കല്യാണം കഴിച്ചിരുന്നു, അല്ലേ? അറിയില്ലേ? നിങ്ങൾക്ക് അറിയല്ലേ? നിങ്ങളത് പറയും. മുഹമ്മദ് നബിന്റെ വാപ്പ ആമിനെ കല്യാണം കഴിക്കാൻ പോയ സമയത്ത് അതേ ദിവസം അവിടെ തന്നെ വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് വേറൊരു കല്യാണം കഴിച്ചിരുന്നു. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായോ? അപ്പൊ ആ കല്യാണം കഴിച്ചതിൽ ഉണ്ടായ കുട്ടിയാണ് ഹംസ.
ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് ജനിച്ച വർഷം ഏതാ അറിയോ നിങ്ങൾക്ക്? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് ജനിച്ച വർഷം അറിയില്ല. ഹംസയും മുഹമ്മദ് നബിയും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അറിയോ നിങ്ങൾക്ക്? 3.5 വർഷം. അബ്ദുള്ള ആമിനെ കല്യാണം കഴിച്ച് 2 മാസം ആവും, 3 മാസത്തിനുള്ളിൽ മരിച്ചു എന്നല്ലേ കഥ? ചരിത്രം, കഥയല്ല ചരിത്രം അല്ലേ? അതായത് അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബും പോയി ഒരേ ദിവസം കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് അറിയില്ല അപ്പൊ? അതൊക്കെ കിതാബുകളിലുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. സീറകളൊക്കെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. തബക്കാത്തുൽ കബീറൊക്കെ എടുത്ത് വായിച്ചാൽ മതി, തബരിയൊക്കെ വായിച്ചാൽ മതി. എന്നിട്ട് അതില് ഈ പറയപ്പെടുന്ന ഹംസയും മുഹമ്മദ് നബിയും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതായത് അതിൽ ജനിച്ച കുട്ടിയാണ്, ആ 2 കല്യാണങ്ങളിൽ ജനിച്ച കുട്ടികളാണ്, ഒന്ന് ഹംസയും ഒന്ന് മുഹമ്മദും. അതിൽ മുഹമ്മദിനേക്കാൾ 4 വയസ്സ് മുതിർന്ന ആളാണ് ആര്? ഹംസ. അതിനൊന്നുമില്ല. അതിന് കല്യാണം കഴിഞ്ഞ് 3-ാം മാസം അബ്ദുള്ള മരിച്ചുപോയി. ഉണ്ട്. 3 മാസത്തിനുള്ളിൽ മരിച്ചു. 1 മാസമാണോ 1.5 മാസമാണോ സംശയമുണ്ട്. എന്ത് നമ്മള് കണ്ടിട്ടില്ല. നിങ്ങള് ഒരു അതുകൊണ്ട് പിതൃത്വം പറഞ്ഞിട്ടൊക്കെ വർത്താനത്തിന് വരുമ്പോ ഇത് ഓർമ്മയിൽ വെക്കണം കേട്ടോ എപ്പോഴും. അല്ല നമുക്ക് നോക്കാം, നമുക്കൊന്ന് നോക്കിട്ട്. അതാണല്ലോ ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് മറുപടി എന്റെ ഉമ്മയും ബാപ്പിയും തന്നെയാണോ, എന്റെ ഒറിജിനൽ ഉമ്മയും ബാപ്പിയും എന്ന് അറിയലാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഇന്ന ഉത്തരം മുട്ടിക്കാനാണല്ലോ ഈ ചോദ്യം ചോദിച്ചത് അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഉത്തരം അറിയാവും, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവോ ബോധ്യം ഉള്ളത് കൊണ്ടല്ലോ. അല്ലല്ലോ, അതല്ല എന്റെ ചോദ്യം. നോക്കൂ, മുഹമ്മദ് നബി അബ്ദുള്ളാന്റെ മകനല്ല എന്നതാണോ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്നുള്ളതിന്റെ തെളിവ്? അല്ല. ഒരാളുടെ ജനനം എന്ന് പറയുന്നത് ഒരാളുടെ പ്രവൃത്തിയോ അയാളുടെ ആശയോ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളെ ഷഹാദത്തിന് തെളിവ് ചോദിക്കുമ്പോ നിങ്ങൾ എന്റെ പിതൃത്വത്തിന്റെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കാൻ വരുമ്പോ മുഹമ്മദ് നബിയെ കുറിച്ച് ചരിത്രത്തിൽ എഴുതി വെച്ച ഈ കഥകൾ ഓർമ്മയിലുണ്ടാവണം. എങ്ങനെ? അതാ ഞാൻ ചോദിച്ചത്. അതല്ലല്ലോ അത് വിഷയമേ അല്ലാന്ന്. നമ്മളൊരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ, ഒരു ആശയത്തിൽ ചർച്ച ചെയ്യുമ്പോ നിങ്ങളെ വാപ്പ തന്നെയാണ് നിങ്ങളെ വാപ്പ എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു എന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും വലിയ നിലവാരം കുറഞ്ഞ ഏർപ്പാടെന്താണ്? അപ്പൊ അത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞത്. അല്ല, അറിയാത്തോണ്ടല്ലാന്ന്. അതല്ല ഞാൻ പറയാം. അത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ഇത് കേൾക്കുമല്ലോ ആൾക്കാര്, കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ കള്ള ഷഹാദത്ത് ചൊല്ലാണ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നുണ പറയാണ്. ഒരു തെളിവില്ല. അങ്ങനത്തെ ഒരു തെളിവ് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോ ആ സാക്ഷ്യത്തിന് നിങ്ങളുടെ മുമ്പിലുള്ള തെളിവ് എന്താന്ന് നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്നോട് പറയാ നിങ്ങളെ വാപ്പയും ഉമ്മയും നിങ്ങളെ വാപ്പ തന്നെയാണ് നിങ്ങളെ വാപ്പ എന്നുള്ളതിന് എന്താ തെളിവ്? അതിന്റെ മുമ്പ് നിങ്ങൾ എന്താ വെച്ച് നിങ്ങൾ ഈ തൊലൈക്കാഴ്ചകൾ അല്ലെങ്കിൽ ഈ ടെലിഫോൺ സംഭാഷണം അവിടെ എത്തുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണോ നിങ്ങൾ? അതായത് ഇതിന് ഒരു കാര്യത്തിന് വേറൊരു കാര്യത്തിന് തെളിയിക്കാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട് എന്നതാണോ നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവ്? ആണോ? അതായത് ഒരു കാര്യത്തിന് തെളിവില്ല എന്നതാണോ മറ്റൊരു കാര്യം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്? എല്ലാ കാര്യത്തിലും തെളിവ്. അപ്പൊ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് തെളിവില്ല, ഉറപ്പല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ സാക്ഷ്യം പറയാൻ എങ്ങനെ? തെളിവ് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയാം, ഞാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ എങ്ങനെ പറയാം? വിശ്വാസവും സാക്ഷ്യവും ഒന്നാണോ? നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സാക്ഷ്യവും ഒന്നാണോന്ന്? ഒരാള് സാക്ഷി പറയുന്നതും ഒരാൾ അങ്ങനെ വിശ്വസിക്കുന്നതും ഒന്നാണോന്ന ചോദ്യം.
സാക്ഷ്യം വഹിക്കും വിശ്വാസത്തിലുള്ള വിശ്വാസവും സാക്ഷ്യവും ഒന്നാണോ? ഇതാണ് ചോദ്യങ്ങളുടെ. ഉദാഹരണത്തിന് ഇപ്പൊ ഈ അടുത്ത് ഈ പിന്നെ നമ്മുടെ ഈ എവിടെയോ കേരളത്തിലെ ഒരു സ്ഥലത്ത്, പത്തനംതിട്ടയിലാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു അടച്ചിട്ട വീട്ടിൽ നിന്ന് 20 വർഷം പഴക്കമുള്ള ഡെഡ് ബോഡി കണ്ടെത്തി. ഡെഡ് ബോഡി അല്ല, മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. അതിനെക്കുറിച്ച് അത് ഒരാള് അവിടെ ആരോ ഒരാള് ഇന്ന ഒരാള് അയാൾ കൊന്നയാള് അവിടെ പാക്ക് ചെയ്ത് വെച്ചതായിരിക്കാം എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വിശ്വസിക്കാം. പക്ഷെ സാക്ഷ്യം പറയാൻ പറ്റുമോ? അത് സാക്ഷ്യം പറയാൻ പറ്റൂല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ സാക്ഷി പറയണേ, നിങ്ങൾക്ക് തെളിവ് വേണ്ടേ? നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ സാക്ഷി പറയാൻ പാടുണ്ടോ ഇല്ല? അതാണ് ചോദ്യം. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയല്ലേ? എന്റെ സമയം കളയരുത്. നിങ്ങൾക്ക് ശരിക്കും സംസാരിക്കാൻ അറിയും. മതകാര്യമല്ല, ഏത് കാര്യവും നമുക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ സാക്ഷി പറയാൻ പാടുണ്ടോ ഇല്ലേ? ഞാൻ ചോദിച്ചത് നിങ്ങളോട് ഒരു സംശയം ചോദിച്ചതെന്ന് പറഞ്ഞാല്, ഈ മതം പിന്നെ മതം തുരത്തിയിട്ട് നമുക്കുള്ള നേട്ടം ഞങ്ങൾ വെച്ചുനോക്കുന്നത്. മതത്തിന്റെ കോട്ടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മതം കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കോട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. മതം മനുഷ്യർ, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം പ്രാഥമികമായിട്ട് മനുഷ്യരെ സത്യവിശ്വാസി എന്നും സത്യനിഷേധി എന്നും വേർതിരിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് എല്ലാ സാമൂഹ്യ നിയമങ്ങളും രാഷ്ട്രീയ നിയമങ്ങളും ഉള്ളത്. ഒരാളുടെ ദൈവവിശ്വാസത്തെ മുൻനിർത്തിയിട്ട് അയാളുടെ സാമൂഹികവും രാഷ്ട്രീയവും വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ദുഷിച്ച വ്യവസ്ഥിതിയുടെ പേരാണ് ഇസ്ലാം. അല്ലേ? ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണമെന്ന് നിയമം എഴുതി വെച്ചിട്ടുള്ളതാണ് ഇസ്ലാം. അല്ലേ? ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലോ അയാളെ കൊല്ലണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എങ്ങനെ? ഒരാളുടെ വിശ്വാസം അയാൾ മാറി, അയാളുടെ രാഷ്ട്രീയ പാർട്ടി മാറി, അല്ലെങ്കിൽ അയാളുടെ മതം മാറി, അയാളെ മറ്റേ പാർട്ടി കൊല്ലട്ടെ എന്നാണ് നിങ്ങൾ ധാരണ? രാജ്യത്തുള്ള നിയമം, ഇസ്ലാമിക രാജ്യത്തുള്ള നിയമം. എങ്ങനെ? ഇസ്ലാമിക രാജ്യത്തുള്ള നിയമം. ഇസ്ലാമിക രാജ്യത്തുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള നിയമം എന്നല്ലേ അർത്ഥം? അധികാരം ഇല്ലാത്തതുകൊണ്ട് ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ നടപ്പിലാക്കൂല, അതല്ലേ അർത്ഥം? അപ്പൊ എന്താന്ന് പറഞ്ഞാല്, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിക രാജ്യത്ത് ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാല്, ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് വേറെ മതം സ്വീകരിച്ചാൽ അവനെ കൊല്ലു കളയാം. രാജ്യത്ത് നിയമമില്ലേ? എങ്ങനെ? അത് സത്യത്തിനെതിരെ, ഇസ്ലാമിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കും. അതിന്റെ ഇസ്ലാം സത്യമാണ്. ഇവിടുന്നാണ് ഞങ്ങളോട് ഇസ്ലാമാണ് സത്യം എന്ന് നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞത്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ഇസ്ലാമാണ് സത്യം എന്ന് തെളിയിക്കാൻ പറഞ്ഞത്. ഇസ്ലാമാണ് സത്യം എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് ഇവിടെയാണ്. എങ്ങനെ? നിയമങ്ങൾ നമുക്ക് തന്ന നിയമങ്ങൾ, നമുക്ക് വന്ന നിയമങ്ങൾ കൊല്ലരുത്, വ്യഭിചരിക്കരുത്, അടിമകളാക്കി വെക്കാമെന്ന് പറഞ്ഞതോ? അടിമകൾ അനുവദിച്ചതോ? അടിമകള് ഇപ്പൊ ഇല്ലാലോ. ആരാ പറഞ്ഞില്ലാന്ന്? അടിമകളില്ലാലോ. അടിമകളുണ്ട്. ആരാ പറഞ്ഞില്ലാന്ന്? ഇസ്ലാമിൽ ആൾ കടമാകിയാല് ഇന്ന് അടിമകൾ ഉണ്ടോ ഇല്ലെന്ന് എപ്പോ പറഞ്ഞത് നിങ്ങൾക്ക്? ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ ഇല്ലേ? അടിമയാണെന്നുള്ള നിയമമുണ്ട്. എവിടെ? എവിടെയുള്ളത്? അതൊന്നും അറിയില്ല. എവിടെയുള്ളത്? പറയും, എവിടെയുള്ളത്? ഒരാളിന്ന് പൈസ കടം മേടിച്ചു, ഒരാളിന്ന് പൈസ കടം മേടിച്ചാൽ, ഒരു മിനിറ്റ് എന്തെങ്കിലും പറയല്ലേ? ഒരാളിന്ന് പൈസ കടം മേടിച്ചു, അപ്പൊ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഇയാളെ അടിമയാണെന്ന് എവിടെ നിയമമുണ്ട്? അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. എവിടെയാന്നുള്ളത് ഞാൻ മദ്രസ പഠിച്ചിട്ടുണ്ട്. എവിടെ? നിങ്ങൾ മദ്രസയിൽ പഠിച്ച മണ്ടത്തരത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞോണ്ടിരിക്കണേ. നിങ്ങൾ മദ്രസയിൽ പഠിച്ച മുഴുവൻ മണ്ടത്തരവും തലയിൽ കയറ്റി വെച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമില്ലാത്ത കാര്യത്തിൽ സാക്ഷിയും പറഞ്ഞിട്ട് എന്നിട്ട് മറ്റുള്ളവരെ മക്കാറാക്കി കളയാമെന്ന് വെച്ചിട്ട് നിങ്ങൾ ഫോൺ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോ എന്നെ വിളിച്ച എന്നെ ഒന്ന് മക്കാറാക്കാന്ന് വിചാരിച്ചിട്ടാണല്ലോ അന്ന് വിളിച്ചതും ഇന്ന് വിളിക്കുന്നതും. അപ്പൊ നിങ്ങൾ ഈ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാതെ, നിങ്ങൾ ഈ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സാധനത്തിനെ കുറിച്ചുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലില്ലാതെ നിങ്ങൾ എന്നെ പോലെ ഒരാളെ വിളിച്ച് മക്കാറാക്കി കളയാമെന്ന് സ്വപ്നം കാണാൻ പാടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ്, തുല്യമായ അവകാശമുള്ളവരാണ്, ഡിഗ്നിറ്റി ഉള്ളവരാണ് എന്ന മാനവിക ബോധത്തിലേക്ക് വളരാൻ മതം തടസ്സമായി നിൽക്കുന്നു. എങ്ങനെ? അതല്ലാതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? മതം വിട്ടവനെ കൊല്ലണമെന്ന് നിയമം ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കണു.
എത്ര ആളെ കൊന്ന്? ഇഷ്ടം പോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇപ്പോഴും ജീവനെ പേടിച്ച് പല ആൾക്കാരും അവരുടെ വിശ്വാസം തുറന്നു പറയുന്നില്ല. ഇഷ്ടം പോലെ കൊന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ കൊന്നിട്ടുണ്ട്. കോട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം മനുഷ്യനെ അടിമയാക്കി വെക്കുന്നത്, കിടന്നുറങ്ങുന്ന മനുഷ്യരെ പോലും പോയി ആക്രമിച്ച് കൊള്ള ചെയ്തെടുത്തിട്ട് കൊള്ള മുതലായി എടുത്തുകൊണ്ട് വന്ന് വീതം വെച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി. എങ്ങനെ? ഏതിന് തെളിവ്? എന്തിന് തെളിവ്? കിതാബിലുണ്ടെന്ന്, സഹീഹ് ബുഖാരിയിലുണ്ട്. നമസ്കാരമുണ്ട്, എല്ലാ കർമ്മങ്ങളും ഇപ്പൊ ലോകത്ത് നടക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, ഇസ്ലാമിക കർമ്മങ്ങളെല്ലാം കണക്കൊന്ന് പറയൂ. കൊന്ന കണക്ക് ഇഷ്ടം പോലെ പറഞ്ഞുതരാലോ. നിങ്ങൾക്ക് എന്താ വേണ്ട? ഹദീസാ വേണ്ടേ? പിന്നെന്താ വേണ്ടേ? എന്നാ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊന്നത് 2018 കൊന്നതാണ് കോയമ്പത്തൂരിലെ ഫാറൂഖിനെ. ഇസ്ലാമിക നിയമം ഇല്ല കേട്ടോ ഇവിടെ, അത് ആലോചിക്കണേ. ഇസ്ലാമിക രാജ്യത്തല്ല. ഇസ്ലാമിക രാജ്യം അല്ലായിരുന്നിട്ട് പോലും ഫാറൂഖിനെ കൊന്നത് ഈ കാര്യത്തിലാണ്. മതം വിട്ടതിനെ കൊന്നത്. മതം വിട്ടോ? എന്നിട്ട് നിങ്ങളെ കൊന്നോ? ഞാനല്ല, ഫാറൂഖിനെ കൊന്നത്. നിങ്ങളെ കൊന്നോ? എന്നെ കൊല്ലാത്തത് ഇസ്ലാമിക രാജ്യം ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത്. അല്ല, എന്നിട്ടും കൊന്നു. പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അള്ളാന്റെ നിയമം നടപ്പിലാക്കായിട്ട് കൈ തരിക്കുക. അങ്ങനെ കൊല്ലണം, അങ്ങനെ നിർബന്ധമില്ല. ഇസ്ലാമിക രാജ്യം അല്ലെങ്കിലും ചില വിശ്വാസികൾക്ക് മതനിയമം നടപ്പിലാക്കായിട്ട് എന്നെ കൊന്നിട്ടില്ല എന്നുള്ളതാണോ മുർത്തദിനെ കൊന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്? മുർത്തദിനെ കൊല്ലണമെന്ന് നിയമം ഇല്ല എന്നുള്ളതിന്റെ തെളിവ് എന്നെ കൊന്നിട്ടില്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അള്ളല്ല എന്ന് പറയണല്ലേ അള്ളല്ല എന്നുള്ളതിന്റെ തെളിവ്? എന്ത്? അപ്പൊ അള്ളല്ലേ? അപ്പൊ അള്ളല്ലല്ലോ. എന്നെ കൊന്നിട്ടില്ല എന്നതാണോ ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല എന്നതിന്റെ തെളിവ്? എല്ലാ കർമ്മങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളും. അപ്പൊ മദ്രസയിലെ പീഡനം ഉസ്താദുമാരെ കുട്ടികളെ പീഡിപ്പിക്കൽ ഇസ്ലാമിലുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തരാം. അപ്പൊ ഉസ്താദുമാർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പീഡിപ്പിക്കാം എന്നാണ് ഇസ്ലാമിന്റെ നിയമം അല്ലേ? പീഡിപ്പിക്കാമോ? ഇഷ്ടംപോലെ ചെയ്യുന്നില്ലേ? നിങ്ങൾ നിക്ക്. അതായത് ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നതാണ് തെളിവെങ്കിൽ ഉസ്താദുമാർ എമ്പാടും കുട്ടികളെ പീഡിപ്പിക്കേണ്ട. അപ്പൊ അത് ഇസ്ലാമിലെ ഹലാലാണ് അല്ലേ? എങ്ങനെ? എന്നെ കൊല്ലുന്നില്ല എന്നുള്ളതാണല്ലോ, ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമില്ല എന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന എമ്പാടും കഥകൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് ഇസ്ലാമിൽ ഉസ്താദുമാർക്ക് കുട്ടികളെ പീഡിപ്പിക്കാം എന്നതിന്റെ തെളിവല്ലേ? അതല്ല, ഇസ്ലാമിന്റെ നിയമം. അയ്യയ്യേ, അത് എത്രയോ നടക്കുന്നുണ്ടല്ലോ. ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നല്ലേ തെളിവ്? ഒരു സംഭവം അതിപ്പോ സമുദായത്തിനൊന്നും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിൽക്കുന്നത് എന്താ അറിയോ? നിങ്ങൾ വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തിട്ട് കാര്യമില്ല. നിങ്ങളിത് പറയും. അതായത് ഒരു വ്യക്തിയോ ഒരു സമൂഹത്തിൽ കുറച്ചധികം ആൾക്കാരോ ചെയ്യുന്നു എന്നതാണോ ഒരു കാര്യം അനുവദനീയമാണ് എന്നതിന്റെ തെളിവ്? ഇസ്ലാമിൽ തെളിവിന്റെ അടിസ്ഥാനം എന്താ? നിങ്ങൾക്ക് എന്താ തീരെ മനസ്സിലാവൂല? അത് നിങ്ങൾ ചെവി അടച്ചു വെച്ചിരിക്കുകയാണോ? മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ക്ലിയർ ആയിട്ട് മറുപടി പറയും. ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടോ ഇല്ലേ തീരുമാനിക്കുന്നത് നാട്ടിലെ നടക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടാണോ അല്ലേ? അങ്ങനെയാണോ? ഇസ്ലാമിൽ ഒരു കാര്യം അനുവദനീയമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്, ഒരു മിനിറ്റ്, ഇസ്ലാമിൽ ഒരു കാര്യം അനുവദനീയമാണോ അല്ലേ എന്നുള്ളതിന്റെ തെളിവ് മുസ്ലിങ്ങൾ ആ കാലത്ത് അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതാണ് അല്ലേ? എങ്ങനെ? ഇസ്ലാമിൽ ഒരു കാര്യം അനുവദനീയമാണോ അല്ലേ എന്നുള്ളതിന്റെ തെളിവ് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളിലല്ല, മുസ്ലിങ്ങൾ വ്യക്തികൾ ജിയാക്കത്തിനായാലും ത്യാഗങ്ങളിൽ നിന്നപ്പോ ഒരു വ്യക്തി. അപ്പൊ പിന്നെ മുർത്തദിനെ കൊല്ലുന്നില്ല എന്നത് എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാണ്, ഒരു മിനിറ്റ്, അപ്പൊ എങ്ങനെയാണ് മുർത്തദിനെ കൊല്ലണമെന്ന് മതനിയമം ഇല്ല എന്നതിന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് തെളിവാക്കുക? അതിനെ നിങ്ങളാ നിയമപ്രകാരം നിങ്ങളെ കൊന്നോ? ആ നിയമപ്രകാരം കൊന്നോ? അതാ ചോദിക്കേണ്ടത്. അപ്പം ഉസ്താദ്മാര് പീഡിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിൽ ഹലാലാണ്. ഉസ്താദ്മാര് പീഡിപ്പിക്കുന്നില്ലേ?
ഉസ്താദ്മാർ പീഡിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാരും. അതെന്താ? ഉസ്താദ്മാർ വ്യക്തികളെല്ലാം ഒന്നുമില്ല, മറ്റുള്ള വ്യക്തികളെല്ലാം. അപ്പൊ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഇന്നെ കൊല്ലേണ്ടത് ഇസ്ലാമിക രാഷ്ട്രമാണെന്നല്ലേ നിങ്ങളെ വാദം? എങ്ങനെ? നിങ്ങള് നല്ലോണം ഇതൊന്നുകൂടി കേൾക്കണം കേട്ടോ. ഇതുപോലത്തെ മണ്ടത്തരം പറയാൻ വിളിക്കുമ്പോ ശ്രദ്ധിച്ചു വിളിക്കണേ കേട്ടോ. നല്ലോണം നോക്കിക്കോളി. മറ്റേ അംസന്റെ ജനനത്തീയതി ഒന്നുകൂടി ഉസ്താദ്മാരോട് ചോദിച്ചൊന്ന് തെര്യപ്പെടുത്തിക്കാളി. ശരി എന്നാ. ശരി എന്നാ, ഇടക്കിടക്ക് വിളിക്കണ്ടു, എനിക്ക് ഓരോ കണ്ടന്റ് ആവുമല്ലോ. ശരി, നിങ്ങള് നല്ലോണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് തിരിച്ചു മറിച്ചു ആലോചിച്ചായി കളി. ഉസ്താദ്മാരെ പീഡിപ്പിക്കൽ ഹലാലാണോ അല്ലേ, മുർത്തതിനെ കൊല്ലണമെന്ന് നിയമമുണ്ടോ ഇല്ലേ, ഈ രണ്ട് കാര്യം മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ലിയാഖത്തിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ലിയാഖത്തിന് ആരോ എന്ത് ചെയ്ത് നിൽക്കുക, അത് സമുദായത്തിന് യാതൊരു ഉത്തരവാദിത്വം അതിനില്ല. സമൂഹത്തിന്റെ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണേന് മറുപടി പറയും സുഹൃത്തെ. നിങ്ങൾ ഇങ്ങനെ ആയാൽ എങ്ങനെ? നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കും വേണം, എന്നാ ഒരു കാര്യമായിട്ട് വകതിരിവില്ല. ഇസ്ലാമിൽ ഒരു നിയമം ഉണ്ടോ ഇല്ലേ എന്നത് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇസ്ലാമിലെ ഒരു നിയമം ഉണ്ടോ ഇല്ലേ, അതിന്റെ ഒരു നിയമം തീരുമാനിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയും? അതിൽ പറഞ്ഞ പിന്നെ നമുക്ക് തന്നെ ഇതല്ലോ നിയമങ്ങൾ ഗ്രന്ഥത്തിലൂടെയോ മറ്റുള്ള പറഞ്ഞ ഈ അറിവുകളാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയും? പ്രമാണം പറയും. പ്രമാണം തന്നെ. പ്രമാണം എന്ന് പറഞ്ഞാല് ഖുർആന്, ഹദീസ് അല്ലേ? ഖുർആൻ തന്നെ, ഫിഖ്ഹ്, ഖുർആനും ഹദീസും. ഹദീസില്ലേ? ഹദീസ് സഹിയായ ഹദീസ്. സഹിയായ ഹദീസ്. സഹീഹ് ബുഖാരി സഹിയായ ഹദീസാണോ? ബുഖാരി സഹിഹായ ഹദീസാണോ? ഹദീസാണ്. സിഹാഹു സിത്തയിലുള്ളതൊക്കെ സഹിയാണോ? എങ്ങനെ? സിഹാഹു സിത്ത എന്ന് പറഞ്ഞ സഹിയായ ഹദീസുകളാണോ ചോദിക്കാം. അറിവില്ല. നിങ്ങൾക്ക് അറിവില്ല. നിങ്ങൾക്ക് മുഹമ്മദ് നബീനെ കുറിച്ചും അറിവില്ല. നിങ്ങൾ പക്ഷെ കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണെന്ന്. നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒന്ന് കേട്ടോട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. നീ വെറുതെ തർക്കിക്കരുത്. നിങ്ങൾക്ക് അറിവില്ല എന്ന് തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് മതത്തിലൊരു കാര്യം ഉണ്ടോ ഇല്ലേ തീരുമാനിക്കുന്നതും അത് നിർണയിക്കുന്നതും മതത്തിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. ഖുർആനിലും സഹിഹായ ഹദീസിലും നബിയുടെ സുന്നത്തിലും അത് കഴിഞ്ഞിട്ട് പണ്ഡിതന്മാരുടെ ഇജ്മായിലും അതുവഴി ഇതെല്ലാം കൂടെ ചേർത്ത് നിർദ്ധരിച്ചിട്ടുള്ള ഫിഖ്ഹിലും എന്താണ് ഈ കാര്യത്തിനെ കുറിച്ചുള്ള നിലപാട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതും തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ നിർണ്ണയിക്കുന്നത് അല്ലേ? ശരിയാ. അങ്ങനെ ഇസ്ലാമിക നിയമം ഉണ്ടാക്കിയെടുത്തതിനകത്ത് അടിമത്തം അനുവദനീയമാണ്. മുർത്തദിനെ കൊല്ലണം എന്ന് മത നിയമം ഉണ്ട്. മനസ്സിലായോ? ഇസ്ലാമിൽ നിയമമുണ്ട്. ഇസ്ലാമിൽ നിയമം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലേ, നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലേ, ഇതല്ല. ഇസ്ലാമിൽ നിയമമുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എങ്ങനെ അതുപോലെ പിന്നെ എങ്ങനെ കൊല്ലണം, എങ്ങനെ കൊല്ലുന്നത്, എങ്ങനെയാണെങ്കിലും കൊല്ലാൻ പറ്റുമോ? ഒരാൾക്ക് ഒരു മതത്തിൽ വിശ്വാസം ഇല്ല എന്നത് കൊല്ലപ്പെടാൻ പാകത്തുള്ള കുറ്റാണോ? മതത്തിൽ വിശ്വാസമില്ലാതെ ഒരുപാട് കാര്യത്തിലാണ് വിശ്വാസം ഇല്ലാണ്ടാവും, അതാണ്. അപ്പൊ അയാളെ കൊല്ലണം എന്നാണോ? തെറ്റ് ചെയ്യുന്ന ആളെ കൊല്ലണം എന്നാണ്. ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചു, അയാൾ മതരഹിതനായി ജീവിക്കാൻ തീരുമാനിച്ചു, അയാളെ കൊല്ലണം എന്നാണ് നിങ്ങളെ വാദം? ഇസ്ലാമിന്റെ രാജ്യത്തുള്ള നിയമം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ നിയമമാണ് ഞങ്ങളോട് ചോദിച്ചത്. ഇസ്ലാമിന്റെ നിയമം മതത്തിന്റെ കാര്യത്തിൽ എല്ലാ ഇസ്ലാമിന്റെ അടിമത്തം അനുവദനീയമാണ് എന്നാണ്. അടിമത്തം അനുവദിച്ച മതമാണ് ഇസ്ലാം. അടിമത്തം ഹലാലാണെന്നാണ് ഇസ്ലാമിന്റെ ഹുക്മ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന കക്കരുതെന്നോ ആരോടൊക്കെ പറയുന്നത്? ആരോടത് പറയുന്നത്? ഈ നിയമം അനുസരിച്ച് ഈ നിയമത്തിന്റെ അടിസ്ഥാനം അപ്പൊ അങ്ങനത്തെ ഈ ഇസ്ലാമിന്റെ നിയമം അനുസരിക്കാൻ തയ്യാറില്ലാത്തവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്. ഈ ഇസ്ലാമിന്റെ നിയമം അനുസരിക്കാൻ തയ്യാറില്ലാത്തവർ ജീവിക്കേണ്ട, അവരെ കൊല്ലണം അല്ലെ? ഇസ്ലാമിന്റെ നിയമം അനുസരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, കള്ള് പിന്നെ കക്കരുത്, കൊല്ലരുത്, ഇതെല്ലാം ഹലാലാകുമല്ലോ. ഇതിനൊക്കെ വധശിക്ഷ ഉണ്ടോ? ഇതിനൊക്കെ വധശിക്ഷ ഇതൊക്കെ മൊത്തം അല്ല ഉണ്ടോ? ഒരു മുസ്ലിം ആയ ഒരാൾ കട്ടു, അയാളെ കൊല്ലാൻ നിയമമുണ്ടോ? ഇല്ല.
കൈവെട്ടാൻ നിയമമുണ്ട്. എന്തിന് കൈവെട്ടാൻ നിയമമുണ്ട്? ഒരാളെ മതം വിട്ടു, മതം ഉപേക്ഷിച്ചു, അപ്പോഴോ? മതം നല്ല വിഷയമല്ല, മതം ഒന്നുമല്ല. ഇതിന്റെ മതം ഇതിന്റെ ഒരു ശേഖരം. എന്തിന്റെ ശേഖരം? ഈ നുണയുടെയും കൊള്ളയുടെയും കൊലയുടെയും അക്രമത്തിന്റെയും അനാചാരത്തിന്റെയും അനീതിയുടെയും ഒക്കെ ഒരു കേദാരാണ് മതം അല്ലേ? എന്നാ ശരി, നിങ്ങൾ വെറുതെ എന്റെ സമയം മെനക്കെടുത്തിൽ മാത്രമേ നടക്കുള്ളൂ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല, നിങ്ങൾ തന്നെ പറയും ചെയ്യും. എന്നാ വലിയ വായിൽ തർക്കിക്കുകയും ചെയ്യും. ധാരണ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് ധാരണ ഇല്ലാത്ത ഒരാൾ എന്തിനാണ് വെറുതെ മറ്റുള്ളവരോട് തർക്കിച്ച്? നോക്കൂ, ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണയുണ്ടോ? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ധാരണയുണ്ടോ? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ധാരണയുണ്ടോ? ഇല്ലേ? എന്തിനാണ് വെറുതെ എന്റെ സമയം കളയുന്നത്? നിങ്ങൾക്ക് ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പരിശോധിക്കാനോ അത് നോക്കാനോ ഒന്ന് നിങ്ങൾക്ക് അത് അറിയണം, അല്ല നിങ്ങൾക്ക് അതിനുള്ള മനസ്സ് വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്തിനാ എന്റെ സമയം മെനക്കെടുത്തുന്നത്? ഒന്നുകിൽ നിങ്ങളിപ്പോ ഒരാളോട് ഞാൻ പറയുന്ന കാര്യം ശരിയല്ല എന്ന് പറയാൻ ഇങ്ങനെ വിളിക്കുമ്പോ ഞാൻ ആ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം. ഞാൻ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് പറയാനപ്പോ നിങ്ങൾ വിളിച്ചോണ്ടിരിക്കണേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അപ്പൊ അതല്ലാന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് തെളിവില്ല. ഞാൻ നിരീക്ഷിച്ചില്ല, കാരണം എനിക്ക് അറിയില്ല. പിന്നെ എന്തിനാ വെറുതെ എന്റെ സമയം മെനക്കെടുത്തണെന്ന് ചോദിച്ചോ? ഈ മതം തകർത്തത് കൊണ്ട് ആ മതം കൊണ്ടുണ്ടാവുന്ന മാനവിക വിരുദ്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാം, അത്രേ ഉള്ളൂ. ഈ മതം കൊണ്ടുണ്ടായി മതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാം, അകത്തും പുറത്തുള്ള ആൾക്കാർ. അതാണ് ഇപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ പിന്നെയും തിരിച്ചു മറിച്ചു അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്താണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് 2-3 ആവർത്തി കേട്ടോളൂ. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അപ്പൊ അതാ പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ സമയം മെനക്കെടുത്തുന്ന സുഹൃത്തെ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ സമയം മെനക്കെടുത്തുന്നത്? അതിനുള്ള ഉത്തരാണ് ഇത്ര നേരം സംസാരിച്ചത്. അതൊരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന കോലത്തിൽ ഇത്രയും അധികം നേരം സംസാരിച്ചത്. ഓക്കെ, എന്നിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പരിശോധിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ച് ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് എന്നിട്ട് ഈ വീഡിയോ തന്നെ 2-3 തവണ കേട്ടിട്ടൊരു ധാരണ വരുത്തിയിട്ട് തന്നെ വർത്തമാനത്തെ പറ്റി മാത്രം നമുക്ക് അറിയണ്ടു. അത് പോരാ, അതാണ് അറിയേണ്ടത്. അത് പോരാ, അത് മതിയല്ലോ. അത് മതിയെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഇരുന്നോളി. പിന്നെ നിങ്ങൾ വർത്തമാനത്ത് കാണുന്നതായിട്ട് നിങ്ങൾ ജീവിച്ചോളി, കുഴപ്പമില്ല. വർത്തമാനത്തെ കാലത്ത് കാണുന്ന അറിയാത്തത് നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾക്കത് മനസ്സിലാവൂല. കാരണം ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ ധാരണ. ഒരാള് കൊന്നു പറഞ്ഞത് അതെന്താ അറിയോ? നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. അതായത് ഇസ്ലാമിക രാജ്യം അല്ലാത്തോണ്ടാണ് കോയമ്പത്തൂര് എന്നിട്ട് ആളെ കൊന്നു. അതേ നിങ്ങളാണ് എന്നോട് ചോദിക്കുന്നത് എന്നിട്ട് മുർത്തദിനെ കൊല്ലണം എന്ന് നിയമമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ജീവനോടുണ്ടല്ലോ എന്ന്. ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് എന്റെ സമയത്തെ കുറിച്ച് ഒരു മിനിറ്റ് പറയട്ടെ. ഒരു സ്ഥലത്ത് നടന്ന സംഭവം പറയുമ്പോ അതെന്താ ഇസ്ലാമിക രാജ്യമാണോ എന്ന് ചോദിക്കുകയും ഇവിടെ ഞാൻ എന്നെ കൊന്നിട്ടില്ല എന്നത് കേരളത്തിൽ നടക്കണ്ടെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഒന്നേ ഇന്നെ പറയാൻ വിടുക, അല്ലെ നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോവാ. ഞാൻ മറുപടി പറയണ്ട. എന്ത് മറുപടി? ഒരു കാര്യം ചോദിക്കുമ്പോ അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദുമാര് കുട്ടികളെ നിരന്തരമായി പീഡിപ്പിക്കുന്നു മദ്രസകളിലും ദർസിലും. ഇസ്ലാമിലുള്ളതല്ലേ? ഇസ്ലാമിൽ ഹലാലാണോ അല്ലേ? നിങ്ങൾ പറയും ഇസ്ലാമിൽ ഹലാലാണോ അല്ലേ? ഉസ്താദുമാർക്ക് കുട്ടികളെ പീഡിപ്പിക്കാമെന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ? ഞാൻ ചോദിക്കുന്ന കേരളത്തിലത്തെ കാര്യം. നിങ്ങൾ ഒന്ന് പറയുമ്പോ ഇസ്ലാമിക രാജ്യത്തെ കോടും, വേറൊന്ന് പറയുമ്പോ കേരളത്തിൽ എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്ന് ചോദിക്കും.
ഒരു കാര്യം പറയുമ്പോ ഇസ്ലാമിക രാജ്യത്തിലേക്ക് ഓടും, വേറൊരു കാര്യം പറയുമ്പോ നിങ്ങൾ കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കും. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്. സമ്മതിച്ചിട്ടങ്ങളെ ഒരു ഇസ്ലാമിലെ നിയമത്തിന്റെ അടിസ്ഥാനം എന്താ നിങ്ങളോട് ഞാൻ ചോദിച്ചു. ഖുർആനും സുന്നത്തുമാണ് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലേ? മതം വിട്ട ആളെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഇസ്ലാമിൽ നിയമമുണ്ട്. അപ്പൊ ഇവിടെ ആളെ കൊല്ലാത്തത് ഇവിടെ ഇസ്ലാമിക രാജ്യം അല്ലാത്തോണ്ടല്ലേ? അല്ലേ? അപ്പൊ ഇസ്ലാമിൽ നിയമല്ലേ? ഒരാളെ മതം വിട്ട ആളെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമല്ലേ? ഇല്ലേ? അത് നല്ല നിയമമാണ്. അത് നല്ല നിയമമാണ്. ഇസ്ലാമിക രാജ്യമല്ല, കേരളം ഇസ്ലാമിക രാജ്യമല്ല. ഇസ്ലാമിൽ നിയമമുണ്ട്. നിയമമുണ്ട് ഉണ്ട് അല്ലേ? ഉറപ്പല്ലേ? മതി. എന്നാ ശരി കേട്ടോ. ഈ തരം വൃത്തികെട്ട ചിന്തകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കണം. ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന് മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും നീചമായ വേറൊരു മതനിയമം വേറെ ലോകത്തില്ല. ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ കൊല്ലണം എന്ന് പറയും ഒരാളുടെ വിശ്വാസത്തിന് പേര്. അല്ല, നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സുഹൃത്തെ. ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് നിങ്ങളോട് എന്താ ചർച്ച? ഒരാളുടെ വിശ്വാസം, ഒരാളുടെ ഒരു പ്രത്യേക മതത്തിലോ രാഷ്ട്രീയ പാർട്ടിയിലോ, ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് ഓടിപ്പോലെ. ഒരു മനുഷ്യന്റെ വിശ്വാസം, ഒരു മനുഷ്യന്റെ ബോധ്യം ഇല്ലേ? ആ ബോധ്യം അയാൾ കൊല്ലപ്പെടാനുള്ള കുറ്റാണോ? മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് പോലും തെളിവില്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നത് എന്നെ കൊല്ലാനുള്ള നിയമമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിലൊരു കുഴപ്പമില്ല നിങ്ങളെ വിചാരം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താണെന്നാല് അതൊന്നും ഇപ്പൊ വർത്തമാന കാലത്ത് ഇവിടെ ഇപ്പൊ നടക്കുന്നില്ല. അതെന്താ നടക്കാത്ത? പിന്നെ ആരാ പറഞ്ഞ നടക്കുന്നില്ല? രാജ്യത്തുള്ള നിയമമാണ് പറയുന്നത്. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ മനുഷ്യന്മാർക്ക് അവകാശം ഇല്ലാന്നാണോ? ഇല്ലാത്ത കാര്യത്തിന് എന്തിനാ നമ്മൾ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ മുസ്ലിമാണ് ഒരാള് ഇസ്ലാം ഉപേക്ഷിച്ച അയാളെ കൊല്ലാമെന്നല്ലേ നിങ്ങളെ വാദം? എന്റെ വാദം അല്ലാതെ ഇപ്പൊ കൊല്ലുന്നത് മതത്തിന്റെ നിയമമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ വാദം ആർക്ക് വേണം? നിങ്ങളെ വാദവും കഫവും പിത്തൊക്കെ നിങ്ങളെ കയ്യിൽ വെക്ക്. നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം പറയും. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയാണ് അല്ലേ? മതം വിട്ട ആളെ കൊല്ലണം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നത്? ഇനി ഇതിലേക്കാൾ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണം. തെളിവ് വേണ്ട. ഞാൻ ചോദിച്ച സംഭവം ശരി തന്നെയാണ്. ഇസ്ലാമിക രാജ്യം ഇവിടെ ഇന്ത്യയിലെ ഇസ്ലാമിക രാജ്യമൊന്നുമല്ല. അപ്പൊ അതുവരെ കുഴപ്പമില്ല അല്ലെ? അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ കുഴപ്പമില്ല കൊല്ലണത്. അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ഇറാഖിലോ സൗദി അറേബ്യയിലോ UAE-ലൊക്കെയാണ് കൊല്ലണമെങ്കിൽ കുഴപ്പമില്ല. ഭീഷണി എന്താ? എങ്ങനെ നമുക്കുള്ള ഭീഷണി എന്താന്നാ ചോദിച്ചത്. അത് ശരി. അപ്പൊ നമ്മൾ മാത്രമുള്ള മനുഷ്യന്മാര് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമായി കഴിഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ പറ്റുമോ? നമുക്കുള്ള ഭീഷണിയാണല്ലോ. ഇസ്ലാമിന്റെ പ്രശ്നമാണ് സുഹൃത്തെ പറഞ്ഞത്. ഇസ്ലാമിൽ ഈ പ്രശ്നം നിങ്ങൾ സമ്മതിച്ചോ? കൈവെട്ടലും കൊല്ലലും എല്ലാം ഇസ്ലാമിക നിയമമുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ സമ്മതിച്ചതിന് നന്ദി. ശരി. കൊന്നോനെയൊന്നുമല്ല, മതം വിട്ടവനെ കൊല്ലണം. എന്തിനാ കൊന്നോനെ കൊല്ലണം? നിങ്ങള് മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതോ? എന്നിട്ട് അതിനു വേണ്ടി വാദിക്കുന്ന കുറെ ആൾക്കാർ. നിങ്ങൾക്കൊന്നും ഉസറും പുളിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജനാധിപത്യ രാജ്യത്ത് അതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ചിട്ട് ഞങ്ങളെ മതത്തിന്റെ രാഷ്ട്രമാണെങ്കിൽ മതം വിട്ടവനെ കൊല്ലും. അത് ഭയങ്കര അന്തസ്സായിട്ട് പറയാ. ഉളുപ്പ് വേണ്ടേ? എന്ത് അല്ല, ഞാൻ പറയാ, നമ്മൾ പറയാം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സുഖലോലുപതയിൽ ജീവിച്ചിട്ട്, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സംരക്ഷണയിലും സുഖലോലുപതയിലും ജീവിച്ചിട്ട്, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സൗകര്യങ്ങളിൽ ജീവിച്ചിട്ട് ഞങ്ങളെ മതമായിരുന്നെങ്കിൽ മതം വിട്ടവനെ കൊല്ലും എന്ന് പറയുകയും അത് അതിലൊരു കുഴപ്പമില്ലാന്ന് മേനിനടിക്കുകയും ചെയ്യുന്ന നിങ്ങളോടൊക്കെ എന്ത് വർത്താനം പറയാനാ സുഹൃത്തെ? നിങ്ങൾ വെറുതെ എന്റെ വിളിച്ചെന്റെ സമയം കളയരുത് കേട്ടോ. ഇതൊക്കെ മനുഷ്യത്വപരമായി ആലോചിച്ച് നോക്കിയിട്ട് ഇതൊക്കെ ശരിയായ നിയമമാണോ മനുഷ്യത്വ വിരുദ്ധമാണോ അല്ലേ നിങ്ങളൊന്ന് സ്വന്തം ആലോചിച്ചെടുക്ക്. എനിക്ക് പണികളുണ്ട്. ശരി.